ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടുപിടിക്കും. എന്താ വരട്ടത്? തുളസി എനിക്കിഷ്ടമാണ്. മുടി വെച്ചതെടുക്കണ്ട, ഞാൻ വേറെ തരാം. താങ്ക് യു. സർ, യെസ് സർ, വരൂ സർ. എന്താ സർ? ആ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചോ? അയച്ചു. തുളസി പോയിക്കോളൂ. പിന്നെ അന്നത്തെ ആ കാസറ്റ് കിട്ടിയോ? ഓൾഡ് ഹിറ്റ്സ് യേശുദാസിന്റെ. കിട്ടിയില്ല. ഞാനിന്ന് രാവിലെ നമ്മുടെ രഞ്ജിയുടെ കടയിൽ കയറി. അവൻ എവിടുന്ന് സംഘടിപ്പിച്ച് വെച്ചിരുന്ന. വേണ്ട സർ, ഞാൻ വാങ്ങിച്ചോളാം. കേട്ടിട്ട് തിരിച്ചു തന്നാ മതി. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ കേഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ആരത്? തുളസി, പ്രേമലേഖനം എഴുതുവാനും പ്രേമാഭ്യർത്ഥന നടത്തുവാനുമുള്ള എന്റെ പ്രായം കഴിഞ്ഞു. ഇത്രയും ആമുഖം. പ്രേമലേഖനം എഴുതുവാനും പ്രേമാഭ്യർത്ഥന നടത്തുവാനുമുള്ള എന്റെ പ്രായം കഴിഞ്ഞു. ഇത്രയും ആമുഖം. ആലങ്കാരികതയുടെ വാക്കുകൾ ഉപയോഗിക്കുവാനൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇത്രയും പറയുവാൻ തന്നെ എനിക്ക് വളരെ സമയമെടുക്കേണ്ടി വന്നു. ഇനി ഞാൻ ഒരു വാചകത്തിൽ പറയാം. എനിക്ക് തുളസി ഇഷ്ടമാണ്. തുളസി വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനുള്ള മറുപടി എനിക്ക് എത്രയും വേഗത്തിൽ കിട്ടണം. ഇത്രയും കാര്യങ്ങൾ തുളസിയോട് തുറന്നു പറയാൻ എനിക്ക് ധൈര്യം വന്നിട്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അതിനെങ്ങനെ കഴിയും? അതുകൊണ്ട് മറുപടി വാക്കുകളിൽ വേണമെന്നില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ, എന്റേതാകുവാൻ സമ്മതമാണെങ്കിൽ, അന്ന് രഞ്ജിയുടെ കടയിൽ വെച്ച് കണ്ട ആ വേഷത്തിൽ നാളെ ഓഫീസിൽ വരണം. പുളിയിലെ കരമുണ്ടും നേരിയതും തുളസിക്ക് നന്നായിട്ടിണങ്ങും. പ്രതീക്ഷയോടെ. എത്രമാത്രം. ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. മോളെ, നീ ഇന്ന് വരുമെന്ന് അറിയിച്ചിരുന്നില്ലല്ലോ. എന്താ മോളെ പെട്ടെന്ന്? എന്തോ എനിക്കില്ല അമ്മ, പെട്ടെന്ന് കാണാൻ തോന്നി 2 ദിവസം ലീവ് എടുത്തു പോന്നു. അതൊന്നുമല്ല, നിനക്ക് സുഖമില്ലേ? അയ്യോ ഒന്നുമില്ലമ്മേ. അമ്മേ മായയുടെ കത്ത് വരാറുണ്ടോ? ഇന്നൊരു കത്തുണ്ടായിരുന്നു, ഓണത്തിന് വരുന്നുണ്ടെന്ന്. അമ്മേ, പിന്നെ നമ്മുടെ തെക്കതിലെ രാധ വരാറില്ലേ? നീ അറിഞ്ഞോ? അവളുടെ കല്യാണം ഉറപ്പിച്ചു. ആഹാ, എവിടുന്നാ അമ്മേ ചെറുക്കൻ? എറണാകുളത്തുനിന്നാ. എന്റെ ഓഫീസിനടുത്ത് തന്നെയാണല്ലോ. പാർട്ടിക്ക് എന്താ ജോലി? ഇലക്ട്രിസിറ്റി ബോർഡിൽ ജയിയ. എങ്ങനെയുണ്ടടി ആള്? നീ ഒന്ന് കണ്ടു നോക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ?
ഞാൻ ഹോസ്റ്റലിൽ താമസം മാറ്റി നിന്റെ വീട്ടിലേക്കും വരും. നിനക്ക് എപ്പോ വേണേലും വരാൻ പോകാം. എനിക്കൊരു കൂട്ടാകുമല്ലോ. പിന്നെ കൂട്ടിന് വേണ്ടിട്ടല്ലേ കൊച്ചെ നിന്നെ കെട്ടിച്ചു വിടുന്നത്. ആ, നിനക്ക് എത്ര ദിവസത്തെ അവധിയുണ്ട്? 2 ദിവസം അവൾ ലീവ് എടുത്ത് നാട്ടിൽ പോയതായിരിക്കും. അതിന് നീ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. കാസറ്റ് ഞാൻ കൊടുത്തത് തുളസിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ദാ, മേഘ സന്ദേശമെന്നും മയൂര സന്ദേശമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാസറ്റ് സന്ദേശം അത് ആദ്യമായി പ്രയോഗിച്ചിട്ടുള്ളത് നീയായി. ഏതായാലും നീ ചെയ്ത് വലിയ ബ്ലണ്ടറായിപ്പോയി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു. ഇതിപ്പോ റെക്കോർഡായി പോയില്ലേ? അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ കാസറ്റ് സന്ദേശം നാട്ടുകാരെ മുഴുവനോട് കേൾപ്പിച്ചാൽ സംഭവം നാട്ടു സന്ദേശമാവും. ഏയ്, തുളസി അങ്ങനെയൊന്നും ചെയ്യില്ല. പോടാ. ഈ പെണ്ണെന്ന സാധനത്തെ പറ്റി നിനക്ക് എന്തറിയാം? പഠിച്ച കള്ളികളല്ലേ. ദാ, എന്റെ 8ാമത്തെ വയസ്സിൽ പ്രേമലേഖനം കൊടുത്തിട്ടുള്ളവനാ ഞാൻ. ആർക്കാണെന്നറിയാമോ? എന്നെ ട്യൂഷൻ പഠിപ്പിച്ച എന്റെ ടീച്ചർക്ക്. അല്ല, നീ അവളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവള് നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നോക്കുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം, അല്ലാതെ ആളുകളുടെ മുഖത്തല്ല. അതുകൊണ്ട് എന്റെ പൊന്നളിയ, നീ ഒരു കാര്യം ചെയ്യും. ഈ പ്രേമത്തിന്റെ ലൈനൊക്കെ അങ്ങ് വിട്ട് വല്ല ജിഞ്ചിനാക്കെ ബുൽബുലാക്കെ ഒക്കെ നടത്തി അങ്ങ് വിട്ടുകളാ. രഞ്ജി, നീ പറയുന്ന പോലെയല്ല. തുളസി എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. തുളസിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ, അപ്പൊ എന്താ നിന്റെ പരിപാടി? നീ ആ കീങ്ങന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കാർ കൊണ്ടുവരണം. ഏറ്റളിയ ആ സ്വാമി, തുളസി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയും.